അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളായിട്ടൊരു സർവർ ഉണ്ടായിരിക്കണം, അല്ല വേറെ കയറാനായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പുതിയ സർവർ ഉണ്ടായിരിക്കണം. ഇതിൽ നമ്മൾ 3 ആൾക്കാർ കളിക്കാനുണ്ടാവും. അപ്പോൾ ഈ സർവറിൽ നമ്മൾ അടിപൊളിയായിട്ട് കളിക്കാനാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വേറെ സർവറും കാര്യമെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർവറിൽ എന്താണോ ഇപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല, നെറ്റിൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ട്. ആ സർവറിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഉടനെ വരുന്നതാണ്. അതിൽ നമ്മൾ ബേസൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവർ അടിപൊളി ബിൽഡ് ഉണ്ടാക്കും. അങ്ങനെ കുറേ പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ടീം നമ്മൾ പിന്നെ നെറ്റില്ലാത്തത് കൊണ്ട് കളിച്ചിട്ടില്ലായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോൺ ഏരിയ. നമുക്ക് ഇവിടുന്ന് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അവന്മാർ നല്ല സെറ്റപ്പൊക്കെ ആക്കിയേക്കും. സൗണ്ടിന് ചെറിയ കുഴപ്പമുണ്ട്. അവന്മാർ നല്ല സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഏതെല്ലാം ഒരു TP അടിച്ചാൽ നമ്മളൊരു ടെലിപ്പോർട്ടിൻ്റെ ഇതൊക്കെ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2-3 വുഡും കാര്യങ്ങളും കളക്ട് ചെയ്തു. നമുക്ക് ആദ്യത്തെ സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് TP ആക്കണം. അല്ല TP അല്ല, സോറി, കപ്പിച്ചിൽ എന്തൊക്കെയാണ് പറയുന്നത്, TP അല്ല. ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ വില്ലേജ് കരലും തപ്പണം. അപ്പോൾ വില്ലേജ് കരലും തപ്പിക്കഴിഞ്ഞാൽ എന്തായാലും വേറെ സർവറൊന്നും അല്ലല്ലോ, നമ്മുടെ സർവർ. വില്ലേജ് കരലും തപ്പിക്കഴിഞ്ഞാൽ അവിടെ സൈഡിലായിട്ടൊരു വലിയ ബിൽഡൊക്കെ ഉണ്ടാക്കാം, ചെറിയ ബേസ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ വലിയ പരിപാടികൾ ചെയ്യാം. അപ്പോൾ വില്ലേജർ കിട്ടണം, വില്ലേജും കിട്ടണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം വില്ലേജാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി. പിന്നെ നമ്മുടെ ചെക്കന്മാർ കാര്യങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരുടെ അടുത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവന്മാരുടെ അടുത്ത് ഇല്ല കാര്യങ്ങളും നമ്മളങ്ങനെ സ്വാദിച്ചെടുക്കും. അപ്പോൾ വേൾഡ് നമുക്ക് നല്ലൊരു ലക്കുള്ള സ്ഥലത്തായിട്ടാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ് വുഡൊക്കെ നല്ല ലക്ഷറി വുഡല്ലേ, റോസ് വുഡൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി അങ്ങ് തുടങ്ങാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ഈ വുഡ് വേണമല്ലോ അല്ലേ. എത്ര മതിയാവും? 4 പോലെ. 4 മതി. നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒറ്റ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇത് കുറച്ച് ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റിക്ക് കാര്യങ്ങൾ എടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം ഇത് വെച്ചിട്ട്. എന്നിട്ട് നമുക്കൊന്ന് പിക്കാക്സ്. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയോ. ഇവിടെ തന്നെ വരുമ്പോൾ തന്നെ ലാവ പൂളൊക്കെ ഇട്ടണം വരും. എന്താണ്? ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കില്ലല്ലേ നമ്മൾ. സോ അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറച്ചധികം ഉണ്ടാക്കി വെക്കണം. അല്ല, ഈ മോശം പോയി കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പിക്കാക്സ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പിക്കാക്സ് ഒരെണ്ണം മതി, ഒറ്റൊരെണ്ണം. ഇതിൻ്റെ ഡാമേജൊക്കെ എങ്ങനെ? അറ്റാക്ക് 2. നമ്മളിത് വായിച്ചിട്ട് കാര്യമില്ല, ഇതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യാനായിട്ടൊന്നും പോണില്ല. നമ്മൾ അടുത്ത് ആക്സും കാര്യമെടുക്കണം. ഇത് രണ്ടും ഇപ്പം മെയിനായിട്ട് വേണ്ടത്. ബാക്കി നമ്മൾ വഴിയെ ചെയ്യുന്നതാണ്. ഓക്കെ, ആക്സ് എവിടെയാണ്? ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളും കളക്ട് ചെയ്യണം. അപ്പോൾ ടീമേറ്റിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റൂല. വലിയ കൊണ്ടൊന്നും അല്ലെങ്കിലും ഏതായാലും നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. ടീമേറ്റിൻ്റെ കാര്യങ്ങൾ എന്തായാലും ഇല്ല. ചിലപ്പോൾ ഇന്നലെ നൈറ്റ് മുഴുവൻ ഒരു കളിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നല്ല മൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കിക്കണം, അറിയില്ല. സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളിച്ച് പെട്ടെന്ന് എൻ്റെ ബോട്ടിലേക്ക് എങ്ങനെയൊക്കെ ഒന്ന് എത്തിയിട്ട് ലൈറ്ററൊക്കെ എടുക്കണം. ഒക്കെ കുറേ ആയിട്ട് നെതറിലോട്ടൊക്കെ പോയി നെതറൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നല്ല ബിൽഡ്സ് ഉണ്ടാക്കി നല്ല മെഗാ ബിൽഡ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പ്ലാനുണ്ട്. പിന്നെ കുറേ ബിൽഡ് ഉണ്ടാക്കണം, ടോട്ടൻ ഫാം ഉണ്ടാക്കണം, അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ തലയിൽ കറങ്ങുന്ന പ്ലാനാണ് ഒരു വില്ലേജ് എങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ടെത്തണം. വില്ലേജ് കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെപ്പ് പോയി ചെയ്യും. പിന്നെ ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകണം. അവന്മാർ പോയോന്നറിയില്ല. പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിലാണുമ്പോൾ നമ്മൾ ഫുൾ സെറ്റായിരിക്കും. അവന്മാർ ഡയമണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും. നോട്ടെ, മതിയായിരിക്കും. ഓക്കെ,
ഇവിടെ പൂക്കളാണ്. പൂക്കളുടെ മുകളിൽ വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു രസം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ആക്സും കാര്യമെടുക്കാം. ഓക്കെ, ആക്സും കാര്യമെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ആക്സും കാര്യമാണ് അതിൻ്റെ എടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചിട്ട് ലേഗല്ലേ ഡിലേയാണ്. സോ അപ്പോൾ ഇനി നമ്മൾ പിക്കാക്സ് പിക്കാക്സും അങ്ങനെ നമ്മൾ ഉണ്ടാക്കി. അപ്പം നമ്മൾ കുറച്ചും കൂടി സെറ്റപ്പായി. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഉണ്ട് സെറ്റല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി നോക്കാം. ഇനി അടുത്ത് നമുക്ക് കുറച്ചും കൂടി വുഡ് കളക്ട് ചെയ്യാം. വുഡ് ആവശ്യം വരും. അപ്പോൾ അവന്മാർ TP ആക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന്മാരെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. അവന്മാരെ കയ്യിലേക്ക് അവന്മാർ പറഞ്ഞ ബേസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞു തന്നിട്ട് ബേസൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. എവിടെ നമ്മൾ എവിടെ വെച്ചാൽ നമ്മുടെ വില്ലേജിൻ്റെ ഒരു സൈഡിലും കല്ലായിട്ട് ബേസൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതാണ് അവരോട്. ആടല്ലേ അത്? ആടല്ലേ അപ്പോൾ ഓലവിടെ ഉണ്ടാക്കുമായിരിക്കും പ്രതീക്ഷ. ഒരു വില്ലേജിലേക്ക് എത്തിയേക്കും. വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് TP ആക്കുക, പിന്നെ വില്ലേജേഴ്സിനൊക്കെ ബ്രീഡാക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. ബെഡും കാര്യമൊക്കെ പോലെ ഉണ്ടാക്കിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബെഡ് എടുക്കാൻ പോകണ്ട. അപ്പോൾ ഈ സർവറിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ കൂടുതൽ കളിക്കുക. മറ്റേ സർവർ അറിയുമ്പോൾ എപ്പോഴാണ് ഡൗൺ ആവുക ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സർവറിലേക്കാരും നമ്മൾ കൂടുതലായിട്ട് കളിക്കുക, അത് വേറെ കാര്യം. അയാട് ഒറ്റയടിക്ക് ചാടും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ വീഡിയോ എത്തുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു അടിപൊളി കിഡിലും വീഡിയോ ഇട്ട് വരുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ടീമേറ്റിൻ്റെ പ്ലേക്കാരും നമുക്ക് വില്ലേജ് എങ്ങനെയൊക്കെ തപ്പണം ഗൈസ്. വില്ലേജ് തപ്പിയിട്ട് അവിടെ നിന്ന് ബേസ് ഉണ്ടാക്കുന്ന വീഡിയോസും അവിടുന്ന് ഓരോരോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസും നമ്മൾ നെതറിലേക്ക് പോകുന്ന വീഡിയോസും എൻഡിലേക്ക് പോകുന്ന വീഡിയോസും അഥവാ എലേറ്റർ തപ്പുന്ന വീഡിയോസും വഴിയെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.